ഫ്രണ്ട്സ്, ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ റിവോൾട്ട് ഓഫ് 1857 എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഏകദേശം ഒരു 25 മിനിറ്റോളം വരുന്ന ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് ചോദ്യോത്തരങ്ങളും ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ കുറച്ച് കൺസെപ്ച്വലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തു. ഇത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം, റിവോൾട്ട് ഓഫ് 1857 ശേഷമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണം വരുന്നത്, അല്ലേ? അതിന് തൊട്ട് മുമ്പ്, അതായത് റിവോൾട്ട് ഓഫ് 1857 മുമ്പ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് അതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കമ്പനി റൂൾസാണ്. ശേഷമാണ്, അതായത് 1857 ശേഷം 1858 മുതലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണം വരുന്നത്. ഓക്കെ, എന്നാൽ അതുപോലെ തന്നെ ഈ ഒരു കലാപത്തിലേക്ക് നയിച്ച ഘടകമെന്ന് പറയുന്നത് ബംഗാളിലെ ബാരക്പൂരിലെ 34ാം ദേശീയ കാലാൾപ്പടയിലെ ഇന്ത്യൻ ശിപ്പായിയായിരുന്ന മംഗൾ പാണ്ഡെയെയും അതോടൊപ്പം തന്നെ മറ്റൊരു ശിപ്പായി എന്നറിയപ്പെട്ടിരുന്ന ഈശ്വരി പ്രസാദിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റു. അതിനെ തുടർന്നാണ് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ സാധിക്കാതെ പോയ കുറേ പോയിൻറ്റ്സുകൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ക്ലാസ് കാണുക. റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് യൂസ്ഫുൾ ആകുമെന്ന ഒരു വിശ്വാസത്തോടെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ വെച്ചായിരുന്നു എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് 1 ഡൽഹി, 2 മുംബൈ, മീററ്റ്, കൊൽക്കത്ത. ഇത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ എവിടെ വെച്ചായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്? ഇവിടെ ശരി ഉത്തരം മീററ്റാണ്. മീററ്റിൽ വെച്ചാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ആരംഭിക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് 2015 ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണെന്നാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ മംഗൾ പാണ്ഡെ, ഝാൻസി റാണി, താന്തിയ തോപ്പി, നാനാ സാഹേബ്. ഇതിൽ ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി? ഇത് ഓർക്കേണ്ട ഒരു കാര്യം, ഇതും PYQ ആണ്. ഇത് 2018 ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. 2018 ഫോറസ്റ്റ് ഗാർഡിന് ചോദിച്ച ചോദ്യമാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആദ്യ രക്തസാക്ഷി ആരാണെന്നുള്ളത്. ഇവിടെ ശരി ഉത്തരം മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. ഓക്കെ, മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാം. ഈ ക്ലാസ് കാണാത്തവർ കഴിഞ്ഞ ക്ലാസ് കണ്ടതിന് ശേഷം ഇത് കാണാം. ഓക്കെ, ചോദ്യം 3, 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ വിപ്ലവകാരി ആരാണെന്നാണ്. അതായത് 1857 വിപ്ലവത്തിന് ലക്നൌവിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻസ് എന്നാൽ മൗലവി അഹമ്മദുള്ള, 2 നാനാ സാഹേബ്, ബീഗം അസ്രത്ത് മഹൽ, റാണി ലക്ഷ്മിബായി. ഇതിൽ ആരാണ് 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത്? ഇവിടെ ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷനായ ബീഗം ഹസ്രത്ത് മഹലാണ്. ഹസ്രത്ത് മഹലാണ് 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ വിപ്ലവകാരി. ഇതും PYQ ആണ്, 2018 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ചോദ്യം 4, 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു എന്നതാണ്. ഇവിടെ ഓപ്ഷൻസ് സിറാജുദ്ദൗള, ബഹദൂർ ഷാ ഒന്നാമൻ, ബഹദൂർ ഷാ രണ്ടാമൻ, അഹമ്മദ് ഷാ. എന്താണ് ചോദ്യം? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഈ സിറാജുദ്ദൗള, ബഹദൂർ ഷാ ഒന്നാമൻ, ബഹദൂർ ഷാ രണ്ടാമൻ, അഹമ്മദ് ഷാ, ഇവരിൽ ആരായിരുന്നു? ഇവിടുത്തെ ശരി ഉത്തരം ബഹദൂർ ഷാ രണ്ടാമനാണ്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനാണ്. മംഗൾ പാണ്ഡെയെയും ഈശ്വരി പ്രസാദിനെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതോടുകൂടി
കലാപം വ്യാപകമായി. അതിനെ തുടർന്ന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയും അവിടെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ പോയി കണ്ട് ചക്രവർത്തിയെ അവരോധിക്കുകയുമാണ് ചെയ്തത് അല്ലേ. 5ാമത്തെ ചോദ്യം എന്താണ്? 1857 കലാപത്തിൽ ഝാൻസി റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഓഫീസർ ആര് എന്നതാണ്. ഓപ്ഷൻസ്: കേണൽ സാൻഡേഴ്സ്, ജനറൽ ഹ്യൂഗ്രോസ്, കോളിൻ ക്യാമ്പൽ, ജെയിംസ് ഓട്രം. ഈ പറയുന്ന 4 പേരിൽ ആരാണ് 1857 കലാപത്തിൽ ഝാൻസി റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയ ഓഫീസർ? ഇവിടെ ശരിയുത്തരം ജനറൽ ഹ്യൂഗ്രോസ്. ഓപ്ഷൻ 2 ജനറൽ ഹ്യൂഗ്രോസ് ആണ് 1857 കലാപത്തിൽ ഝാൻസി റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഓഫീസർ. ഓക്കെ, അടുത്ത ചോദ്യം. മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം അറിയപ്പെട്ടിരുന്നത് എന്താണ്? 34ാം ബംഗാൾ ഇൻഫൻട്രി റെജിമെൻറ്റ് എന്നാണ് മംഗൾ പാണ്ഡെ ഉൾപ്പെട്ടിരുന്ന സൈനിക വിഭാഗത്തെ അറിയപ്പെട്ടിരുന്നത്. എന്താണ് അറിയപ്പെട്ടിരുന്നത്? 34ാം ബംഗാൾ ഇൻഫൻട്രി റെജിമെൻറ്റ്. ഓക്കെ, 7ാമത്തെ ചോദ്യം എന്താണ്? ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എവിടേക്കാണെന്ന്. അതായത് യുദ്ധാനന്തരം ബഹദൂർ ഷാ രണ്ടാമനെ ഇവർ നാട് കടത്തുന്നുണ്ട് ബ്രിട്ടീഷുകാർ. അതെവിടേക്കാണെന്നാണ്. ആൻസർ എന്താണ്? റങ്കൂണിലേക്കാണ്. മ്യാൻമാറിലെ റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തുന്നത്. ഓക്കെ, 8ാമത്തെ ചോദ്യം എന്താണ്? ഏത് ചക്രവർത്തിയുടെ ശവകുടീരത്തിൽ നിന്നാണ് ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ പിടികൂടിയത്? ഈ 1857 വിപ്ലവത്തിലെ പരാജയത്തെ തുടർന്ന് ബഹദൂർ ഷാ രണ്ടാമൻ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെയാണ് കാലം ചെലവഴിച്ചത് യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ പിടികൊടുക്കാതിരിക്കാൻ. എന്നാൽ ബ്രിട്ടീഷുകാർ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്ന് ബഹദൂർ ഷാ രണ്ടാമനെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു എന്നതാണ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു 1857 വിപ്ലവത്തിലെ ബ്രിട്ടീഷ് ഗവർണറായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്? 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞി ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു രാജ്ഞി? വിക്ടോറിയ രാജ്ഞിയായിരുന്നു. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞിയായിരുന്നു. 11ാമത്തെ ചോദ്യം എന്താണ്? 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണെന്നാണ്. ആരായിരുന്നു 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത്? ഇവിടെ ഉത്തരം കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ആയിരുന്നു 1857 വിപ്ലവത്തിലെ വയോധികൻ. വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആരാണ്? കൻവർ സിംഗ് ആയിരുന്നു 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ. ഓക്കെ, 12ാമത്തെ ചോദ്യം എന്താണ്? 1857 വിപ്ലവത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്നതാണ്. എന്തായിരുന്നു അനന്തരഫലം എന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. 1857 വിപ്ലവത്തിന് ശേഷമാണെന്ത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ബ്രിട്ടീഷ് അധികാരം, അതായത് കൗൺ റൂളിംഗ് വരികയും ചെയ്തു. ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുത്തു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താണ്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് എന്നാണ്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? പാൽമർസ്റ്റോൺ പ്രഭു അഥവാ ലോർഡ് പാൽമർസ്റ്റോൺ. ആരാണ്? പാൽമർസ്റ്റോൺ പ്രഭു. ഓക്കെ, ചോദ്യം നമ്പർ 14. 1857 വിപ്ലവത്തിൻ്റെ അംബാസിഡർ ആരാണ്? ആരായിരുന്നു 1857 വിപ്ലവത്തിൻ്റെ അംബാസിഡർ? അസിമുള്ള ഖാൻ ആയിരുന്നു. ഓക്കെ, അസിമുള്ള ഖാൻ ആയിരുന്നു 1857 വിപ്ലവത്തിൻ്റെ അംബാസിഡർ. ചോദ്യം 15. 1857 വിപ്ലവം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? 1857 വിപ്ലവം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ പഞ്ചാബ്, ബോംബെ ഇവിടെയൊന്നും വിപ്ലവം വ്യാപിച്ചിട്ടില്ലായിരുന്നു. പഞ്ചാബ്, ബോംബെ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളിൽ വിപ്ലവം അതിൻ്റേതായ ശക്തിയിൽ വ്യാപിക്കാത്ത പ്രദേശങ്ങളായിരുന്നു. ഓക്കെ, 16ാമത്തെ ചോദ്യം എന്താണ്? 1857 കലാപം നടന്ന സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർ ആദ്യം തിരിച്ചുപിടിച്ച പ്രദേശം ഏതായിരുന്നു? 1857 കലാപം നടന്ന സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർ ആദ്യം തിരിച്ചുപിടിച്ചത് ഡൽഹിയാണ് കേട്ടോ. ഏതാണ്? ഡൽഹി. ചോദ്യം നമ്പർ 17. 1857 കലാപത്തിൽ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? 1857 കലാപത്തിൽ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ജോൺ നിക്കോൾസൺ ആണ് കേട്ടോ. ആരാണ്? ജോൺ നിക്കോൾസൺ. ഈ ജോൺ നിക്കോൾസൺ ആണ് ഡൽഹിയിലെ കലാപം അടിച്ചമർത്തിയത്. അതിക്രൂരമായിട്ട്
ഡൽഹിയിലെ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാരനാണ് ആര്? ജോൺ നിക്കോൾസൺ. ജോൺ നിക്കോൾസൺ ആണ് ഡൽഹിയിലെ കലാപത്തിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ. ചോദ്യം നമ്പർ 18. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം ആരായിരുന്നു? 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം ആരായിരുന്നു? നാനാ സാഹിബ് ആയിരുന്നു. നാനാ സാഹിബ് ആയിരുന്നു 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം. ക്വസ്റ്റ്യൻ നമ്പർ 19. പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രൻ ആരാണ്? പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രൻ നാനാ സാഹിബ് ആയിരുന്നു അല്ലേ? നാനാ സാഹിബ് ആയിരുന്നു അല്ലേ? നാനാ സാഹിബ് ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമാകുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അതായത് നാനാ സാഹിബ് പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനായതുകൊണ്ട് ഈ ഒരു നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവരുടെ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തവകാശികൾ എന്ത് നൽകുന്നില്ല? രാജാധികാരം നൽകുന്നില്ലായിരുന്നു ബ്രിട്ടീഷുകാർ. അതുകൊണ്ടാണ് നാനാ സാഹിബ് ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമാകുന്നത് തന്നെ. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്? 20 എന്താണ്? നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം എന്ത് എന്നാണ്? യഥാർത്ഥ നാമം എന്താണ്? ദോണ്ടു പന്ത്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ദോണ്ടു പന്ത്. ചോദ്യം 21 എന്താണ്? 1857 വിപ്ലവത്തെ കാൺപൂരിൽ നയിച്ചതാരായിരുന്നു? നാനാ സാഹിബായിരുന്നു. എവിടെയാണ്? കാൺപൂരിലായിരുന്നു നാനാ സാഹിബ് നയിച്ചിരുന്നത്. എവിടെയാണ്? കാൺപൂരിൽ. 1857 വിപ്ലവത്തെ കാൺപൂരിൽ നയിച്ചതാരാണ്? നാനാ സാഹിബായിരുന്നു. ചോദ്യം നമ്പർ 22. 1857 കലാപശേഷം നേപ്പാളിലേക്ക് കടന്നു കളഞ്ഞതാരാണ്? നാനാ സാഹിബാണ്. 1857 കലാപശേഷം നേപ്പാളിലേക്ക് കടന്നത് ആരാണ്? നാനാ സാഹിബാണ്. ഓക്കെ. അടുത്ത ചോദ്യം 23. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നതാരാണ്? നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു താന്തിയ തോപ്പി. ആരാണ്? താന്തിയ തോപ്പിയായിരുന്നു നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവി. 24. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണെന്നാണ്? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ. 25. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗോറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരാണ്? താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗോറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരാണ്? താന്തിയ തോപ്പി. ചോദ്യം 26. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ്? റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ്? മണികർണിക. എന്താണ്? മണികർണിക. മനുബായ് എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? മനുബായ് എന്ന് വിളിക്കപ്പെടുന്നത് ഝാൻസി റാണി. ഝാൻസി റാണിയെ വിളിച്ചിരുന്ന പേരാണ് മനുബായ്. 28. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? 1857 ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്നത് റാണി ലക്ഷ്മിബായി ആണ്. ആരാണ്? റാണി ലക്ഷ്മിബായ്. 29. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് നമ്മുടെ ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് 1857 കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരായിരുന്നു എന്നതാണ്. അതായത് ആരൊക്കെയാണ് ഓരോ പ്രദേശങ്ങളിലും കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇതും ആവർത്തിക്കുന്ന ചോദ്യങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ. ആദ്യമായി ഝാൻസി. ഝാൻസിയിൽ ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത്? റാണി ലക്ഷ്മിബായി ആണ്. ആരാണ്? റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത്. റാണി ലക്ഷ്മിബായി ഗംഗാധർ റാവു എന്ന് പറയുന്ന രാജാവിൻ്റെ ഭാര്യയായിരുന്നു. ഗംഗാധർ റാവുവിൻ്റെ മരണശേഷം ബ്രിട്ടീഷുകാർ ദത്തവകാശ നിരോധന നിയമം ആരോപിച്ചുകൊണ്ട് അതായത് റാണി ലക്ഷ്മിബായിയുടെ രാജ്യം പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് റാണി ലക്ഷ്മിബായി യുദ്ധത്തിലേക്ക് വരുന്നത്. രാജാവ് മരണപ്പെട്ടു. ഈ ഒരു ഘട്ടത്തിൽ രാജ്യവും നഷ്ടപ്പെടുകയാണ്. ആദ്യം റാണി ലക്ഷ്മിബായി ചിന്തിക്കുന്നത് ആത്മഹത്യ ചെയ്താലോ എന്നാണ്. പിന്നീടാണ് ആത്മഹത്യയേക്കാൾ എന്തുകൊണ്ടും പൊരുതി വീരചരമം പ്രാപിക്കുന്നതാണ് നല്ലത് എന്നൊരു ചിന്താഗതിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് റാണി യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്. 1857 റിവോൾട്ടിൽ ഒരു നിർണായക വ്യക്തിയായിരുന്നു റാണി ലക്ഷ്മിബായി എന്നത്. ജനറൽ ഹ്യൂക്സ് വാളിനാൽ വെട്ടേറ്റ് യുദ്ധക്കളത്തിൽ പിടഞ്ഞു വീഴുന്നതുവരെ റാണി ലക്ഷ്മിബായി ഒരു അഗ്നിഗോളം പോലെ യുദ്ധക്കളത്തിൽ റാണി സംഹാര താണ്ഡമാടുകയായിരുന്നു. അടുത്തത് ഡൽഹി. ഡൽഹിയിൽ 2 പേരാണ് യുദ്ധത്തിന് നേതൃത്വം നൽകിയത്, ബക്ത് ഖാനും ബഹദൂർ ഷായും. ആരൊക്കെയാണ്? ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. കാൺപൂരിൽ നാനാ സാഹിബും. കാൺപൂരിലാരാണ്? നാനാ സാഹിബാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഫൈസാബാദിലാരാണ്? മൗലവി അഹമ്മദുള്ള. ഗോളിയോറിലാരാണ്? ലക്ഷ്മിബായി
അതായത് ലക്ഷ്മിബായി ഝാൻസിയിൽ മാത്രമല്ല, അതേസമയം ഗോളിയോറിലും റാണി ലക്ഷ്മിബായി നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ താന്തിയ തോപ്പിയും നേതൃത്വം നൽകിയിട്ടുണ്ട്. എവിടേക്കാണ്? റാണി ലക്ഷ്മിബായി ഝാൻസിയിലും ഗോളിയോറിലും നേതൃത്വം നൽകിയിട്ടുണ്ട്. പിന്നെ ആരാണ്? താന്തിയ തോപ്പി ഗോളിയോറിൽ. ലക്നൌവിലാരാണ്? ലക്നൗ, ആഗ്ര തുടങ്ങിയ പ്രദേശത്ത് ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിലും ആഗ്രയിലും ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാർ ജഗദീഷ്പൂരിൽ ആരാണ്? കൻവർ സിംഗ് ആയിരുന്നു. ബീഹാറിൽ ജഗദീഷ്പൂരിലും കൻവർ സിംഗ്. ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. ബറേലിയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഖാൻ ബഹദൂർ ഖാൻ. അലഹാബാദിൽ ലിയാത്ത് അലി. അലഹാബാദിൽ ആരാണ്? ലിയാത്ത് അലിയാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് കലാപം അടിച്ചമർത്തിയവരാണ്. 1857 കലാപം അടിച്ചമർത്തിയവർ ആരൊക്കെയാണ്? ഡൽഹിയിൽ ജോൺ നിക്കോൾസണും ഹഡ്സണുമാണ് കലാപം അടിച്ചമർത്തിയത്. ആരാണ്? ഡൽഹിയിൽ ജോൺ നിക്കോൾസണും ഹഡ്സണും. കാൺപൂരിൽ ഹാവ്ലോക്ക് കാമ്പൽ. കാൺപൂരിൽ ആരാണ്? ഹാവ്ലോക്ക് കാമ്പൽ. കാൺപൂരിൽ ഹാവ്ലോക്കും കാമ്പലുമാണ് കലാപം അടിച്ച് അമർത്തിയത്. ഹാവ്ലോക്ക് കാമ്പൽ. കാൺപൂർ. ഒരു ലിങ്ക് കിട്ടുന്നില്ലേ? ഝാൻസിയിൽ ആരാണ്? ഝാൻസിയിൽ ഹ്യൂഗ്രോസ് ആണ് ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയത്. റാണി ലക്ഷ്മിബായിയെ വധിച്ചതാരാണ്? ഹ്യൂഗ്രോസ് ആണ്. ലക്നൌവിലാരാണ്? കാമ്പൽ ആണ് കലാപം അടിച്ചമർത്തിയത്. ലക്നൌവിലാരാണ്? കാമ്പൽ. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി ചരിത്രത്തിൽ എഴുതപ്പെട്ടുള്ള കുറേ പുസ്തകങ്ങളുണ്ട്. അതേതൊക്കെയാണെന്നാണ്. ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രമേയമാക്കിക്കൊണ്ടുള്ള അമൃതം തേടി എന്ന നോവൽ രചിച്ചതാരാണ്? മലയാറ്റൂർ രാമകൃഷ്ണനാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ. പിന്നീട് ശിപ്പായി മ്യൂട്ടണി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 R.C. മജൂംദാർ ആണ്. R.C. മജൂംദാർ. ശിപ്പായി മ്യൂട്ടണി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചതാരാണ്? R.C. മജൂംദാർ. R.C. മജൂംദാർ ആണ് ശിപ്പായി മ്യൂട്ടണി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 1857 റിവോൾട്ട് അല്ലെങ്കിൽ ശിപ്പായി മ്യൂട്ടണി എന്ന പുസ്തകം രചിച്ചതാരാണ്? R.C. മജൂംദാർ ആണ്. അതുപോലെ 1857 ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചത് B.D. സവർക്കറാണ്. B.D. സവർക്കർ ആണ് ആദ്യമായിട്ട് ഇത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണെന്ന് അഭിപ്രായപ്പെട്ടത്. ഇത് 1857 കലാപം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? B.D. സവർക്കറാണ്. B.D. സവർക്കറാണ് 1857 റിവോൾട്ടിനെ ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഓക്കെ. അതുപോലെ ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മഹേഷ് ശ്വേതാ ദേവിയാണ് ഝാൻസിയുടെ റാണി എന്ന പുസ്തകം രചിച്ചത്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മഹേഷ് ശ്വേതാ ദേവി. ഒന്നുകൂടെ നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പ്രമേയമാക്കിക്കൊണ്ടുള്ള അമൃതം തേടി എന്ന നോവൽ രചിച്ചതാരാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. ശിപ്പായി മ്യൂട്ടണി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചത് R.C. മജൂംദാർ. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? B.D. സവർക്കർ. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹേഷ് ശ്വേതാ ദേവി. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ചില വിശേഷണങ്ങളാണ്. അതായത് റിവോൾട്ട് ഓഫ് 1857 ചരിത്രത്തിൽ പലരും പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചത്. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? S.B. ചൗധരിയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കലാപം എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചത് S.B. ചൗധരിയാണ്. അതുപോലെ ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? R.C. മജൂംദാറിനെ നമ്മൾ തൊട്ടു മുമ്പ് കണ്ടല്ലോ അല്ലേ? എന്തിനായിരുന്നു അത്? അദ്ദേഹം 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പുസ്തകം എഴുതിയിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പേര്? ശിപ്പായി മ്യൂട്ടണി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 അല്ലേ? അങ്ങനെ പുസ്തകം എഴുതിയ ആളാണ് R.C. മജൂംദാർ. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ ഒരു വിശേഷണമാണല്ലേ R.C. മജൂംദാറിൻ്റെ. എന്താണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്? ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല റിവോൾട്ട് ഓഫ് 1857 എന്നാണ് പറഞ്ഞത്. ആരാണ് വിശേഷിപ്പിച്ചത്? R.C. മജൂംദാർ. ഓക്കെ. അതുപോലെ
ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചതാരാണ്? ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ് ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്. പിന്നീട് 1857 സമയത്തെ ശിപ്പായി ലഹള എന്ന് ആദ്യമായി വിളിച്ചതാരാണ്? അതായത് 1857 കലാപത്തെ 1857 സമയത്തെ ശിപ്പായി ലഹള എന്ന് ആദ്യമായി വിളിച്ചത് സ്റ്റാൻലിയാണ്. ആരാണ്? സ്റ്റാൻലി. 1857 സമയത്തെ ശിപ്പായി ലഹള എന്ന് ആദ്യമായി വിളിച്ചത് സ്റ്റാൻലി. ഒന്നുകൂടെ നോക്കാം. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരി. ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജുംദാർ. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി. അതുപോലെ 1857 സമയത്തെ ശിപ്പായി ലഹള എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? കലാപത്തെ ആരാണ് വിളിച്ചത്? സ്റ്റാൻലി. ആരാണ്? സ്റ്റാൻലി. അപ്പോൾ ഫ്രണ്ട്സ്, റിവോൾട്ട് ഓഫ് 1857 അഥവാ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ അത്യാവശ്യമുള്ള, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കുറേ പോയിൻറ്റ്സുകൾ നമ്മൾ ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു ക്ലാസ്. ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.